പിന്നെ ഇവിടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ അതേ എക്സിൽ കുറിച്ച് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് സീക്രട്ട് ദാറ്റ് രാഹുൽ ആൻഡ് ഹിസ് ഇക്കോ സിസ്റ്റം ഹാവ് ക്ലോസ് ലിങ്ക്സ് വിത്ത് urban നക്സൽസ് ആൻഡ് ദ ഡീപ് സ്റ്റേറ്റ് ഹൂ വാണ്ട് ടു ഡിഫെയിം, ഡിമീൻ ആൻഡ് ഡിസ്ക്രെഡിറ്റ് ഇന്ത്യ. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക്, ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇവരുടെ കയ്യിലെ പിണിയാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ വിദേശ രാജ്യങ്ങളിലും അതുപോലെ സ്വദേശത്തും വെച്ച് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധ, ദേശവിരുദ്ധ പ്രസ്താവന ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിരന്തരമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ 3 പേര്, അതായത് ഇപ്പോൾ അനിൽ സാർ ആയിക്കോട്ടെ, മോഹൻ വർഗീസ് സാർ ആയിക്കോട്ടെ, നമ്മളുടെ മനസ്സിനകത്തുള്ള ഒരു കൺസെപ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നതും. ഇപ്പോൾ വസന്ത് തെങ്ങമ്പള്ളിയും ബൽദേവ് സാറും അതിനകത്ത് സ്റ്റേറ്റിനെ അതിനകത്ത് വാക്കുകൾക്കിടയിലൂടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളെ വൈരുദ്ധ്യങ്ങൾ ഒന്നിച്ചതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കോമൺ മിനിമം പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് രാജ്യവിരുദ്ധത ഉണ്ടാക്കുക, രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുക, വർഗീയ ശക്തികൾക്ക് പ്രോത്സാഹനം നൽകുക. രാഹുൽ ഗാന്ധിയുടെ നിങ്ങളൊരു 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും പാർലമെന്റേറിയൻ എന്ന രീതിയിലും കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. മോഡി സർക്കാർ അധികാരത്തിന് എത്തിയ ശേഷമുള്ള 10 വർഷം, ആ 10 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി ഏത് രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്? ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ഈ രാജ്യത്തിലെ ജനങ്ങളെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുള്ളത്? അദ്ദേഹം ഇന്ന് നക്സലുകളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നു, മതഭീകരവാദികളെ, ഇസ്ലാമിക തീവ്രവാദികളെ പ്രിയപ്പെട്ടവരായി മാറുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അനുയായി വൃന്ദങ്ങൾ ഉണ്ടാവുന്നു. ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരാളായിട്ട് ഈ രാഹുൽ ഗാന്ധി മാറുന്നത് എങ്ങനെയാണ്? അതാണ് ഞങ്ങൾ പറയുന്നത്. ആകെ ഈ രാജ്യവിരുദ്ധതയുടെ ആകെ തുകയായിക്കൊണ്ട് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു ഉൽപ്പന്നമായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അതിന് പിന്നിൽ പറഞ്ഞ ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തികളുടെ അനുസരിച്ചിട്ട്, ഇംഗിതത്തിനനുസരിച്ച് വാക്കുകൾ പറയേണ്ട ആളല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണെന്ന്. ഈ രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ട, അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം ഒരു തവണയല്ലല്ലോ സാർ, എത്ര തവണയായി ഈ രാജ്യത്തിനെതിരെ ആസൂത്രിതമായിട്ടുള്ള അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. പാർലമെന്റിനകത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അക്രമികളാണെന്ന്. അന്ന് വാക്കുപിഴ സംഭവിച്ചു. ഓക്കെ, വാക്കുപിഴയാണ് BJP-ക്കാരെ, RSS-കാരെ പറഞ്ഞത് വെക്കുക. വീണ്ടും ഈ വാക്കുപിഴ എങ്ങനെയാണ് നിരന്തരമായിട്ട് വരുന്നത്? അപ്പൊ നോക്കൂ, ഈ രാജ്യത്തിന്റെ വിഘടനവാദ ശക്തികൾക്ക് ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഈ രാഹുൽ ഗാന്ധി അവർക്ക് വളം വെച്ചു കൊടുക്കുന്നു. ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹം അവസാനത്തെ പ്രസ്താവനയാണ്, ഈ രാജ്യത്തിനെതിരെ അദ്ദേഹം പോരാടും. അങ്ങനെ പറയുമ്പോൾ അതൊരു മോഡി സർക്കാരിന്, അങ്ങനെയാണെങ്കിൽ മോഡി സർക്കാരിനെതിരെ എന്ന് പറയേണ്ട, അങ്ങ് ചോദിച്ചതുപോലെ. പിന്നെ നേരത്തെ ബൽദേവ് സാർ പറഞ്ഞു RSS-കാരുടെയും BJP-കാരുടെയും ഒക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം എന്താണെന്ന്. ഞങ്ങൾ ഉറച്ചു പറയുന്നു, RSS സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്ന എന്ത് അധികാരമുള്ളത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരല്ലേ കമ്മ്യൂണിസ്റ്റുകാര്? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നാണ് ഇന്ത്യ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് 1958 കൊൽക്കത്ത പാർട്ടി കോൺഗ്രസ് വേണ്ടി വന്നു. അതായത് റിപ്പബ്ലിക്കിനെ പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ RSS-കാരെയും BJP-കാരെയും ഒന്നും രാജ്യസ്നേഹവും രാജ്യദ്രോഹവും ഒന്നും പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട. ഞങ്ങൾ രാജ്യസ്നേഹികളാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ എന്തുകൊണ്ടാണ് പട്ടേലിനെ ഏറ്റെടുക്കുന്നത്? നിങ്ങൾ പട്ടേലിനെ കളഞ്ഞു, കോൺഗ്രസുകാർ പട്ടേലിനെ കളഞ്ഞു. പട്ടേലിനെ പോലെ രാജ്യസ്നേഹിയായിട്ടുള്ള ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുള്ള പട്ടേലിന്റെ പ്രതിമ നിങ്ങൾ നിർമ്മിച്ചപ്പോൾ, പട്ടേലിനെ അംഗീകരിച്ചപ്പോൾ, ആദരിച്ചപ്പോൾ നിങ്ങൾ അതിനെതിരെ ഉറഞ്ഞു തള്ളി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, ഈ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിലെ വിവിധ പദ്ധതികളിൽ ഇന്ത്യ മഹാരാജ എത്രത്തോളം പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ടായി? നമ്മൾ കേട്ടിട്ട് ഒന്നില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി, അല്ലെങ്കിൽ നെഹ്റു, ഈ പ്രധാനമന്ത്രി മാത്രമാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ പേരുമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടമാണ്. എൻ്റെ അപ്പൂപ്പൻ്റെയും മുത്തശ്ശൻ്റെയും എൻ്റെ ചെറുമകൻ്റെയും പേര് മാത്രമേ ഈ രാജ്യത്തിലെ ശിലാലിഖിതങ്ങളിൽ പാടൂ എന്നുള്ള നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനം ഞങ്ങൾ തകർക്കും. അതിന് ഇപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുക. ബൽദേവ് സാറിനും പ്രശ്നം എന്താണ്? ഇപ്പോഴും ഇന്ത്യൻ പാർലമെന്റിലെ സകലമാന മന്ദിരങ്ങൾക്കും സകലമാന ക്രമങ്ങൾക്കും അവിടുത്തെ പാർലമെന്റ് ലൈബ്രറിക്കും രാഹുൽ ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിന്റെ പേരും മാത്രമാണോ വേണ്ടത്? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടുന്ന എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടുണ്ട്?
അവരെക്കാൾ രാഹുൽ ഗാന്ധി നെഹ്റുവിനേക്കാൾ മിടുക്കരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ പേര് മാറ്റുന്നതല്ല. ഈ രാജ്യത്തിലെ സർവ്വജനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യത്തിന് ജീവത്യാഗം ചെയ്ത നിരവധി അനവധി ബലിദാനികളുണ്ട്. ഈ രാഷ്ട്രത്തിന് വേണ്ടി പോരാടി നിരവധി ബാലഗംഗാധര തിലകരെ പോലെയുള്ള, ലാല ലജ്പത് പോലെയുള്ള, അതുപോലെ നിരവധി അനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അംഗീകാരം കിട്ടണ്ടേ? ഈ നെഹ്റു കുടുംബത്തിന് മാത്രമാണോ ഈ രാജ്യത്തിന്റെ പൈതൃകത്തിനും പാരമ്പര്യത്തിനും അവകാശമുള്ളത്? അങ്ങനെ പാരമ്പര്യത്തിന്റെ അവകാശത്തിന് പിറകെ പോകുന്നവരല്ല BJP-ക്കാരും RSS-കാരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ രാജ്യത്തിന്റെ കുത്തവകാശം ഒരു കുടുംബത്തിന്റെയും അവകാശമൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന സകല ജനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ ഓരോ പാരമ്പര്യത്തിലും അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് നെഹ്റുവിന്റെ പേര് മാറ്റേണ്ടത് ഞങ്ങൾ മാറ്റും, ഇന്ദിരയുടെ പേര് മാറ്റേണ്ടത് ഞങ്ങൾ മാറ്റും. അതിലൊരു സംശയം വേണ്ട. അവിടെ വെക്കേണ്ട പേരാണെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. ഇത്രയും കാര്യം നിങ്ങൾ അംബേദ്കറുടെ സ്നേഹം പറഞ്ഞിരുന്നല്ലോ. ഈ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അംബേദ്കറുടെ ഒരു പടം വെക്കാൻ ഈ പറയുന്ന നിങ്ങൾ ആന്റി ദളിത് അല്ലെങ്കിൽ അംബേദ്കർ വിരുദ്ധന എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് പാർലമെന്റ് സെന്ററിനകത്ത് അംബേദ്കർ ഒരു പടമുണ്ടായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഈ രാജ്യത്തിന്റെ ക്രമാനുഗതമായിട്ടുള്ള എല്ലാ മേഖലകളും സമസ്ത മേഖലയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് നടത്തുവോ? പാതി വിവരം ഉപദ്രവമേ ചെയ്തുള്ളൂ. അങ്ങനെയാണ് അംബേദ്കർ പറഞ്ഞതുപോലെ. അംബേദ്കർ ഏറ്റവും ആദ്യം എതിർത്തിരുന്നത് തന്നെ നിങ്ങളുടെ ഹിന്ദു ഐഡിയോളജിയെ മുഴുവനാണ്, ഹിന്ദുത്വ ഐഡിയോളജിയെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജാതി സെൻസസ് കൂടെ നടത്തുക. അംബേദ്കറോട് കോൺഗ്രസിന്റെ സമീപനം എന്താ? ആരാ പറഞ്ഞത്? വസന്ത് എവിടെയാ പറഞ്ഞത്? എവിടെയാണ് ഏത് ഹിന്ദു? നിങ്ങളത് വസന്ത് പറയൂ. ഏത് ഹിന്ദു ഐഡിയോളജിയാണ് അംബേദ്കർ എതിർത്തിട്ടുള്ളത്? നിങ്ങൾ പറയൂ. അംബേദ്കർ എതിർത്തത് നെഹ്റുവിയൻ കൺസെപ്റ്റിനെയാണ്. അദ്ദേഹം എതിർത്തത് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളെയാണ്. ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയ നിങ്ങൾ എന്ത് ഹിന്ദുത്വത്തെയാണ് അംബേദ്കർ എതിർത്തത്? നിങ്ങൾ പറയൂ. അംബേദ്കർ എതിർത്തെ നിങ്ങളത് എല്ലാ ചർച്ചകളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അംബേദ്കർ എന്നാണ്. അംബേദ്കർ എന്നൊരു പേര് പഠിച്ച പോരാ. പിന്നെ കോൺഗ്രസ് ഹിന്ദുത്വത്തിലെ ഞാൻ അല്ല വസന്തേ, അംബേദ്കർ കോൺഗ്രസിന് സ്വീകാര്യനായിരുന്നോ? ഹിന്ദു സംസ്കാരത്തിൽ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കാലഘട്ടത്തിൽ എതിർത്ത ആളുകൾ കൊണ്ടാണ് ഹിന്ദുത്വം ഇന്നും നിലനിൽക്കുന്നത് സാർ. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഹിന്ദു സമാജത്തിലെ നിരവധി പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയിട്ടില്ലേ? അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു നിങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ പോലെ ആന്റി ഹിന്ദു എന്ന് പറയാൻ പറ്റുമോ? മന്നത്ത് പത്മനാഭൻ പോരാടിയിട്ടില്ലേ? അതുപോലെ അതേ ക്രമത്തിൽ തന്നെ ഹിന്ദുവിലെ ദുരാചാരങ്ങൾക്കെതിരെ ഹിന്ദു മതത്തിലെ സ്ഥായിയായ ചില പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുത്വത്തിന് പൂർണ്ണമായി എതിരാണ് അംബേദ്കർ എന്ന് ഹിന്ദുവിസം അല്ല, ഹിന്ദുത്വ. അംബേദ്കർ ആ അനാചാരത്തിന്റെ കൂട്ടത്തിലാണ് ഹിന്ദുത്വയും ഉൾക്കൊള്ളുന്നതെന്ന് അംബേദ്കർ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? വായിച്ചിട്ടില്ല? അംബേദ്കർ ഒരു പേര് പഠിച്ചിട്ട് വന്നാൽ പോരാ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല വസന്തേ. എന്റെ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞോ പ്രിന്റ് പറ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ രാജ്യത്തിനെതിരായി മാറുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പക്വതയുള്ള ഒരു നേതാവായിട്ട് മാറാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നില്ല. അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഇപ്പൊ നമ്മൾ അടുത്തൊരു പ്രതീക്ഷയായിട്ട് വന്നിരുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇവർ അടുത്ത വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നത് ഈ അനിയത്തിയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ അനിയത്തിയുടെ പെർഫോമൻസും പാർലമെന്റിനകത്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇനി ഒരിക്കൽ പോലും ഒരു രാജ്യസ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെ ഉയർത്തുന്ന ഒരു വിപ്ലവകരമായ മുന്നേറ്റം നടത്താൻ പറ്റുന്ന ഒരു ആൾ പോലും ആ രക്തബന്ധത്തിൽ ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇപ്പൊ മോദി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ നിങ്ങൾ നോക്കൂ. മോദി എന്ന് പറയുന്ന ഒരു സമുദായം മുഴുവൻ കള്ളന്മാരാണെന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയല്ലോ. അന്ന് ഇതേമാതിരി ഈ വസന്ത തെങ്ങപ്പള്ളിയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തു. അവസാനം എന്തായി? ആ സമുദായത്തിനെ പറഞ്ഞതിന് മാപ്പ് പറയേണ്ട വന്നാണ് രാഹുൽ ഗാന്ധി. നിരന്തരമായി RSS-നെ കുറിച്ച് ഈ പറയുന്ന RSS-നെതിരെ നിരന്തരമായിട്ട് മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് RSS-നെ നാഴികയ്ക്ക് 40 വട്ടവും പറഞ്ഞു. അവിടെയും കോടതി ഇടപെടലുണ്ടായി, അവിടെയും മാപ്പ് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഇപ്പൊ ഈ രാജ്യത്തിനെതിരെയുള്ള ഈ പരാമർശത്തിലും ഒരു സംശയവും വേണ്ട. ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് നിരവധി കേസുകളുമായിട്ട് ഇപ്പോൾ പോകും, അതിലൊരു യാതൊരു സംശയം വേണ്ട വസന്തേ. അതിന്റെ പേരിൽ നിരുപാധികം മാപ്പ് പറയേണ്ടി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേവലം ഒരു നാക്കുപിഴയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് പ്രത്യയശാസ്ത്രപരമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അത് ഈ രാജ്യത്തെ തകർക്കാനുള്ള. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് തകർക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദികൾക്കും ഇവിടുത്തെ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കും ഈ രാജ്യത്തെ തകർക്കുന്ന മുഴുവൻ ശക്തികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആയുധമായി മാറുന്ന രാഹുൽ ഗാന്ധിയെ ഒന്നില്ലെങ്കിൽ തിഹാർ സെൻട്രൽ ജയിലിൽ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചികിത്സയ്ക്ക് അദ്ദേഹത്തിന് അടിയന്തരമായി AICC ഏതെങ്കിലും രീതി ജോർജ് സോറോസിന്റെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രീറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കണം.